വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മോശ ദൈവത്തിൻ്റെ കൈയെഴുത്താൽ കൊത്തിയ 2 ഉടമ്പടിപ്പലകകളുമായി താഴേക്കിറങ്ങി. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളയുടെ സ്വർണ്ണവിഗ്രഹത്തെ ആരാധിച്ച് നൃത്തം ചെയ്യുന്ന ജനങ്ങളെയാണ് കണ്ടത്. രോഷാകുലനായ മോശ ആ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് സ്വർണ്ണവിഗ്രഹം തച്ചുടച്ച് ആ പൊടി വെള്ളത്തിൽ കലക്കി അവരെ കൊണ്ട് അത് കുടിപ്പിച്ചു. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്നു. ഈ ജനം ഒരു വലിയ പാപം ചെയ്തുപോയി, അവരോട് പൊറുക്കണമേ എന്ന് അപേക്ഷിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിച്ചു. കർത്താവ് മോശയോട് ഈജിപ്ത് വിട്ട് അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോകാനും അവർക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കാമെന്നും ഉറപ്പ് നൽകി. പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരമടിക്കുക പതിവായിരുന്നു. അവനതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു. കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. സമാഗമ കൂടാരത്തിൽ മോശ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. മേഘസ്തംഭം കൂടാരവാതിക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു. സ്നേഹിതനോടെ എന്ന പോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.